ഡോക്ടർ പി കെ ഗോപൻ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പല പല അന്വേഷണ പുരോഗതിയുടെ പല പല ഘട്ടങ്ങളിലും നമ്മൾ ഈ ചർച്ച നടത്തുമ്പോഴൊക്കെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരട്ടെ, ഇടതുമുന്നണിയുടെ ബോർഡ് ഭരിക്കുമ്പോൾ മാത്രമല്ല മുൻ സർക്കാരുകളുടെ കാലത്തെ ദേവസ്വം ബോർഡിലെ ചെയ്തികളും ഒക്കെ പുറത്തു വരട്ടെ എന്ന് താങ്കൾ നിരന്തരം പറയാറുണ്ട്. ഇപ്പോൾ ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം 2012 ദേവസ്വം ബോർഡിന്റെ തന്നെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരിക്കുന്ന ദേവസ്വം ബോർഡ് ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതെന്നാണ്. അന്നത്തെ ബോർഡംഗമായിരുന്ന അജയ് തറയിൽ പറയുന്നു, തന്ത്ര സമുച്ചയത്തിന്റെ വിധിപ്രകാരം അതിൽ പറയുന്നതനുസരിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണമെന്ന കാര്യം തന്ത്രിക്കറിയാം, അതിനുവേണ്ടിയാണ് തന്ത്രിക്ക് കൈമാറിയത്, കീഴ്വഴക്കം അതാണ് എന്നതാണ്. അതുകൊണ്ട് ന്യായീകരിച്ച് നിൽക്കാൻ കഴിയുന്നതാണോ ഈ നിയമലംഘനം? ഇതും ഗൗരവമുള്ള ഒന്നാണ് എന്നാണോ CPM-ന്റെ അഭിപ്രായം? ഇതുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണോ? ശ്രീ ഗോപികൃഷ്ണൻ, ഡിസംബർ മാസം 31 ഒരു ചാനലിൽ നടന്ന ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഇതുവരെ കണ്ടത് പോയി, 2026 ആരംഭിക്കുമ്പോൾ കാണാൻ പോകുന്നത് നിജം എന്ന് ഞാനൊരു ചാനൽ ചർച്ചയെ പറഞ്ഞു. അങ്ങ് കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ ചർച്ച നടക്കുമ്പോൾ നമ്മുടെ വലതുപക്ഷ സുഹൃത്തുക്കൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പരിശ്രമിച്ചത് 2019 മുതലാണ്. അവർക്ക് മറ്റൊരു അന്വേഷണം അതിനകത്ത് ആവശ്യമില്ല. അതുപോലെ അത് രാഷ്ട്രീയവൽക്കരിക്കാനുമാണ് പരിശ്രമിച്ചത്. അപ്പോഴെല്ലാം ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി കണ്ട ഒരു കാര്യം, ഈ സംഭവം യഥാർത്ഥത്തിൽ ശബരിമല അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അതിനകത്ത് ക്ഷണിക്കാതിരുന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ പ്രതിപക്ഷം എടുത്തുപയോഗിക്കുകയായിരുന്നു എന്നാണ് ഞങ്ങളുടെ വാദം. ബഹുമാന്യനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അസംബ്ലിയിൽ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് അന്നേരം ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല, പരിശോധിച്ചിട്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാമെന്ന് പ്രതിപക്ഷ നേതാവിന് ഉറപ്പ് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പരിശോധിക്കാൻ വിജിലൻസിനോട് ആവശ്യപ്പെടുകയും ഈ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ ദ്വാരപാലക പീഠം കാണാനില്ല, അതിൻ്റെ അടിത്തറ കാണാനില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് സഹോദരിയെ പോലും പറ്റിച്ചുകൊണ്ട് ഒളിച്ചു വെച്ച ഈ പീഠങ്ങൾ വിജിലൻസ് കണ്ടെടുക്കുകയും തുടർന്ന് സംസ്ഥാന ഗവൺമെൻറ് ഹൈക്കോടതിയോട് ഏത് തരത്തിലുള്ള അന്വേഷണവും ഇതിനകത്ത് നടത്തുന്നതിന് ഗവൺമെൻറ് സന്നദ്ധമാണെന്നും ഹൈക്കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു. ഹൈക്കോടതി നിശ്ചയിച്ച SITയുടെ അന്വേഷണം വന്നപ്പോൾ 2025 ബോർഡിനെക്കുറിച്ചാണ് അന്ന് ധാരാളമായി ചർച്ച നടന്നത്, ശ്രീ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡിനെക്കുറിച്ച്. അതിൽ നിന്ന് വീണ്ടും അത് പിറകോട്ട് പോയി ശ്രീ പത്മകുമാറിൻ്റെ ബോർഡിലെത്തി. ബോർഡിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ അപ്പോഴവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് എല്ലാവരും പരിശ്രമിച്ചത്. ഞങ്ങൾ പറഞ്ഞു അതല്ല, പത്മകുമാറിന് പറ്റിയിട്ടുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള നിരുത്തരവാദിത്വ സമീപനത്തിൻ്റെ കാര്യമായിരിക്കാം. അത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ കുറ്റപത്രം കൊടുത്തേ മനസ്സിലാവും. ഇപ്പോൾ പത്മകുമാറിനെ ന്യായീകരിക്കാനോ മറ്റോ നമ്മൾ ശ്രമിക്കുന്നില്ല, പക്ഷേ അതിൽ പിറകോട്ട് ഇത് പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയപ്പോൾ ആ ഘട്ടത്തിലെല്ലാം ദേവസ്വം ബോർഡിനെയും നിലവിലുള്ള ദേവസ്വം ബോർഡിനെയും സംസ്ഥാന ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്താൻ ഏറ്റവും മുന്നിൽ നിന്ന ഒരാളിൻ്റെ പേരാണ് ശ്രീ അജയ് തറയിൽ. ചില സിനിമകളിലും നാട്ടിൻപുറത്തുമൊക്കെ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിക്കുന്ന ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കൊലപാതകത്തിൽ പങ്കെടുക്കുന്നവർ പങ്കാളികളാകുന്നത് പോലെ ശ്രീ അജയ് തറയിൽ ഞാനെന്നും എന്നെ കണ്ട കിണ്ണം കെട്ടവനും തോന്നുമോ എന്ന മനോഭാവത്തിൽ ഈ പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടുവരാനാണ് അദ്ദേഹം പരിശ്രമിച്ചത്. ഇപ്പോൾ വന്നപ്പോഴോ വീണ്ടും പിറകോട്ട് പോകുന്നു. അങ്ങനെ പിറകോട്ട് പോയപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? വാജിവാഹനം കൊടുക്കുന്നതിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾ ചാനലുകൾ പുറത്തു വിട്ടില്ലായിരുന്നെങ്കിൽ ഇത് നിഷേധിക്കുമായിരുന്നു. പുറത്തു വിട്ടപ്പോൾ ഉള്ള ന്യായം എന്താ? പരസ്യമായിട്ടല്ലേ ഞങ്ങൾ കൊടുത്തതെന്നാ. ഇപ്പോഴത്തെ ന്യായം എന്താ? തന്ത്രസമുച്ചയം, ക്ഷേത്രതന്ത്ര സമുച്ചയം എന്ന ഗ്രന്ഥം 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ്. അതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ആചാരപരമായി പലരും വരുത്തിയിട്ടുണ്ട്. ഇനി മാറ്റമില്ലെന്ന് കരുതട്ടെ, ക്ഷേത്രതന്ത്ര സമുച്ചയത്തിൻ്റെ പഠനം നടത്തിയവരെല്ലാം പറയുന്നത് അതിൻ്റെ സംസ്കൃത രൂപമാണ് യഥാർത്ഥത്തിൽ. പിന്നീട് അത് മലയാള രൂപീകരണം വന്നിട്ടുണ്ട്. അത് കുഴിക്കാട്ട് വച്ച എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മറ്റേ ചേന്നാസ് നമ്പൂതിരിയുടേതാണ്. അപ്പോൾ ഈ ക്ഷേത്രതന്ത്ര സമുച്ചയത്തിനകത്ത് പറയുന്നത് മൂലവിഗ്രഹത്തെക്കുറിച്ചാണ്, വാജിവാഹനത്തെക്കുറിച്ചല്ല, കേവലം മൂലവിഗ്രഹത്തെക്കുറിച്ച്. അക്കാലത്ത് സ്വർണം പൂശുക എന്നുള്ള ഏർപ്പാടില്ല. ഇന്ത്യയിൽ നിങ്ങൾ പുരാതന ഈ ക്ഷേത്ര തന്ത്ര സമുച്ചയത്തിൽ
അല്ല, ക്ഷേത്രതന്ത്ര സമുച്ചയത്തിൽ ഈ മൂലവിഗ്രഹത്തെക്കുറിച്ച് മാത്രമേ പരാമർശമുള്ളൂ, അതോ ദൈവ ചൈതന്യം പതിഞ്ഞു കിടക്കുന്ന എല്ലാ വസ്തുക്കളുടെയും കാര്യത്തിൽ അത് ലോഹമാണെങ്കിൽ ഉരുക്കണം, മരമാണെങ്കിൽ കത്തിച്ചു കളയണം, കല്ലാണെങ്കിൽ അത് ഒഴുക്കിക്കളയണം എന്നാണോ പറഞ്ഞത്? ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് പരിമിതമായ അറിവുകളേ ഉള്ളൂ, അതുകൊണ്ടാണ് അതേക്കുറിച്ച് അറിയുമെന്ന് കരുതുന്ന താങ്കളോട് ഞാൻ ചോദിക്കുന്നത്. കുഴിക്കാട്ട് പച്ചയിലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ശ്രീ ഗോപികൃഷ്ണൻ മൂലവിഗ്രഹത്തിന്റെ പ്രശ്നം വെച്ചിട്ടാണ് ബാക്കി എല്ലാത്തിനെയും കാണുന്നത്. മൂലവിഗ്രഹം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഇന്നലെ ചാനൽ ചർച്ചയിൽ ബഹുമാന്യപ്പെട്ട സുഹൃത്ത് പറഞ്ഞൊരു തമാശയുണ്ട്. അത് വേണമെങ്കിൽ ചൂടാക്കി കൊടുത്താലും മതിയെന്ന്. എന്ന് പറഞ്ഞാൽ ഉരുക്കിക്കളയണമെന്ന സ്ഥാനത്തെ നമ്മൾ ആചാരം മാറ്റുന്നതിൻ്റെ ഭാഗം, ആചാരം നമുക്ക് സൗകര്യത്തിന് മാറ്റാമല്ലോ. ഈ ഭിക്ഷയില്ലെന്ന് പറയാനുള്ള അവകാശം അമ്മായിയമ്മയ്ക്ക് മാത്രമാണല്ലോ. അതുകൊണ്ട് ചൂടാക്കി കൊടുത്താലും മതി എന്നൊരു പരാമർശം പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഇത് ലോഹമാണെങ്കിൽ ഉരുക്കുക, തടിയാണെങ്കിൽ അഗ്നിക്കിരയാക്കുക, ശിലയാണെങ്കിൽ അഗാധമായ കയത്തിൽ നിക്ഷേപിക്കുക. എന്താ ഈ പറഞ്ഞതിൻ്റെ പൊരുളെന്താ? ഒരു കാരണവശാലും ഇത് റീയൂസ് ചെയ്യാൻ പാടില്ല. ഇത് വിശ്വാസപ്രകാരം പറയുകയാണെങ്കിൽ ദേവചൈതന്യം അടങ്ങിയിട്ടുള്ള ഒന്ന് അതിൽ നിന്ന് മറ്റൊരു ദേവചൈതന്യത്തിലേക്ക് അത് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെ പിന്നൊരു വസ്തുവായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, അതേ രൂപത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത് നശിപ്പിക്കണമെന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. പക്ഷെ ഇവിടെ ചെയ്തത് എന്താ? ഇവിടെ അതിനേക്കാൾ വലിയ അപകടമുണ്ട്. എങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് ഗോപികൃഷ്ണ, തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നുള്ളത്. അതൊരു ഫ്രൈസാണ്. ഒരിക്കലും ലോകത്ത് തീക്കട്ടയിൽ ഉറുമ്പരിക്കില്ല. പക്ഷേ കോൺക്രീറ്റിനകത്ത് ഉറുമ്പരിക്കുക എന്നുള്ളത് അജയത്തറയിൽ മാത്രം കണ്ടുപിടിച്ച ഒരു സിദ്ധാന്തമാണ്. അപ്പൊ കോൺക്രീറ്റ്, അതായത് താങ്കൾ പറഞ്ഞത് ഈ 71 നിർമ്മിച്ച കൊടിമരം ചിതലരിച്ചു എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ചാണല്ലേ? അടിസ്ഥാനത്തിൽ കൊടിമരം മാറ്റുക അല്ല, ആ കൊടിമരം, അതെ, കൊടിമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്കിനകത്തുണ്ടാക്കുന്നതാണ്. തേക്കിനും തെമ്മാടിക്കും എവിടെ കിടക്കാമെന്ന് അങ്ങ് ആ ഫ്രൈസ് കേട്ടിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ തേക്ക്, കാതലുള്ള തേക്കിനകത്ത് വളരെ ശ്രദ്ധയോടുകൂടി മുറിച്ചെടുത്തുകൊണ്ട് വന്ന് ഭക്തിയാദരങ്ങളോടുകൂടി തയ്യാറാക്കുന്ന ഒന്നിൻ്റെ പേരാണ് ഈ കൊടിമരം. അത് ഏറ്റവും കാതലുള്ള, അതിന് പ്രത്യേക നിശ്ചിത അളവുകളുണ്ട്, നിശ്ചിത നിർദ്ദേശങ്ങളുണ്ട്, നിശ്ചിത കാലപരിധിയുണ്ട്, അതിൻ്റെ ലെവലുണ്ട്, അതിൻ്റെ പൊക്കമുണ്ട്. ഇങ്ങനെയൊക്കെ ഇവർക്ക് കുറേ കണക്കുണ്ട്. തച്ചുശാസ്ത്രപ്രകാരമായിട്ടുണ്ട്, വിശ്വാസപ്രകാരമായിട്ടുണ്ട്. അത്തരം ഒരു സാധനം 970-കളിൽ ഉണ്ടായത് ചെതലെടുത്തു എന്ന് പറഞ്ഞൊരു തീരുമാനം ഉണ്ടാക്കുക. എന്നിട്ട് പുതിയ കൊടിമരം, ആ കൊടിമരത്തെക്കുറിച്ച് വന്ന ആക്ഷേപം എന്താ? 3,20,00,000 രൂപ ഒരു സ്പോൺസർഷിപ്പ് കിട്ടി അതിന്. അത് കൂടാതെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള വിവരങ്ങൾ, അതിനേക്കാൾ കൂടുതൽ തുക മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അത് ഇനി SIT അന്വേഷിച്ച് പുറത്ത് കൃത്യമായിട്ട് കൊണ്ടുവരട്ടെ. ഇപ്പോൾ അവർ നിഷേധിച്ചോട്ടെ, പക്ഷേ SIT കൃത്യമായിട്ട് അന്വേഷിച്ച് അത് പുറത്ത് കൊണ്ടുവരുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള കൊടിമരത്തിൽ നിന്ന് വാജീവാഹനം എടുക്കുക. ഈ വാജീവാഹനം എടുത്ത് തന്ത്രിക്ക് നൽകിയത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. വാജീവാഹനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ അവകാശമില്ലെന്ന് തന്ത്രിക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാണ് ബഹുമാന്യനായ തന്ത്രി ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് തന്നേക്കാം എന്ന് പറഞ്ഞത്. അത് അദ്ദേഹം അപകടം മണത്തുകൊണ്ടാണ്. ഇനി അന്ന് കൊണ്ടുപോയ വാജീവാഹനമാണോ, കൃത്രിമമായിട്ട് ഉള്ളതാണോ, റെപ്ലിക്കയാണോ എന്നുള്ളതൊക്കെ ശരി. ഡോക്ടർ പി കെ ഗോപൻ, ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ പറഞ്ഞ ഭാഗം മനസ്സിലായി. വാജീവാഹനം ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നതും താങ്കൾ പറഞ്ഞതുപോലെ ഒറിജിനൽ ആണോ അത് റെപ്ലിക്കയാണോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുപോലെ കൊടിമരവും കട്ടിളപ്പാളികളും ഈ കണ്ടെടുത്ത കാര്യങ്ങളൊക്കെ തന്നെ ഒറിജിനൽ ആണോ എന്ന കാര്യവും പരിശോധിക്കേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.